സപ്ലൈകോ ആസ്ഥാനത്തിന് മുന്നിൽ നിരാകാര സമരവുമായിട്ടൊരു നെൽ കർഷകൻ ആർപ്പുകര ആര്യാട്ടിഴം പാടശേഖരത്തെ കർഷകർക്ക് സംഭരിച്ച നെല്ലിൻ്റെ വില നൽകാത്തതുകൊണ്ടാണ് ഈ പ്രതിഷേധം. 2 ദിവസമായി കൊച്ചി ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തിന് മുന്നിലാണ് സജി എം എബ്രഹാമിൻ്റെ നിരാഹാരം. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നെൽ കർഷകർ ഈ സ്ഥാപനം അന്വേഷിച്ച് അതിൻ്റെ മുന്നിൽ സമരത്തിന് വരേണ്ട അവസ്ഥയായി അല്ലേ ശ്യാംകുമാർ? സംസ്ഥാനത്ത് നെൽകൃഷി ചെയ്ത് സർക്കാരിന് പറഞ്ഞ സമയത്ത് നെല്ല് കൊടുത്താൽ മാത്രം പോരാ, അതിന്റെ പണം കിട്ടാൻ ഈ ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി ചെരുപ്പ് തേയേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനത്തെ നെൽ കർഷകർ. അത് അത്തരത്തിൽ ഗതികെട്ട് ഒരു മാർഗവുമില്ലാതായതോടെയാണ് ആർപ്പൂക്കരയിൽ നിന്ന് ഈ സജി എബ്രഹാം ഇവിടെ 2 ദിവസമായി നിരാഹാരത്തിനായി എത്തിയിരിക്കുന്നത്. ഇത് സജി എബ്രഹാമിന് വേണ്ടി മാത്രമല്ല, ആയിരക്കണക്കിന് കർഷകർക്ക് വേണ്ടിയാണ് ഈ സജി എബ്രഹാം ഇങ്ങനെ നിരാഹാരവുമായി ഇവിടെ എത്തിയത്. കോട്ടയത്ത് ആർപ്പൂക്കര കൃഷിഭവന് കീഴിലാണ് ഇവർ ഉൾപ്പെടുന്ന സമിതി കൃഷി ചെയ്യുന്നത്. എന്തിനാണ് ഈ സമരം? പാവപ്പെട്ട കർഷകൻ 4-5 മാസം ഉൽപ്പാദിപ്പിച്ച നെല്ല് സപ്ലൈകോ നെല്ലെടുത്ത് അരിയാക്കി ആ അരി വിറ്റ് വക്കീലും കളക്ടറും എല്ലാം കഴിച്ചതിന് ശേഷവും ഇന്നും കർഷകൻ 4 മാസമായി പൈസയ്ക്ക് അലയുവാണ്. അവൻ വട്ടിപ്പലിശയ്ക്ക് എടുത്ത് പലിശക്കാരിൽ നിന്ന് പലിശയ്ക്ക് എടുത്താണ് കൃഷി ഇറക്കിയത്. അരി കൊടുത്ത് ആ അരി ഉൽപ്പന്നമാക്കി വിറ്റിട്ട് പോലും അവന്റെ പൈസ കിട്ടുന്നില്ല. അവൻ അടുത്ത കൃഷിക്ക് നിലമൊരുക്കുകയാണ്. പാവപ്പെട്ട ആർപ്പൂക്കര അയ്മനം കൃഷിഭവന് കീഴിലുള്ള കർഷകർ ഇനിയിപ്പോൾ കൃഷി ഇറക്കാൻ സമയമായിരിക്കുകയാണ്. അവന് വിതയ്ക്കാൻ കാശില്ല, കൃഷി ഒരുക്കാൻ കാശില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലെ മുഴുവൻ കർഷകർക്കും നെല്ലെടുത്ത പൈസ കൊടുക്കുകയും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളൊക്കെ വിതച്ചിരിക്കുകയാണ്. അടുത്ത കൃഷി എടുക്കുമ്പോൾ വിളവെടുത്തു കഴിഞ്ഞാൽ ആ നെല്ലിന് ഒരു 15 ദിവസിക്കാൻ കാശ് കിട്ടാനുള്ള ഒരു സ്ഥിര സംവിധാനം ഒരുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഈ നിരാഹാര സമരം എപ്പോൾ അവസാനിപ്പിക്കും? ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ സമരം തുടരും. അതുവരെ ഇതിന്റെ ബാധിക്കെ തന്നെ ഇങ്ങനെ ഇരിക്കും. വെള്ളിയാഴ്ച ഇരുന്നപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചായിരുന്നു. അപ്പം അവരൊരു നോഡൽ ഓഫീസ് മാത്രമേ ഉള്ളൂ. അവർ പൈസ ഉടനൊന്നും ഒരു തീരുമാനമായിട്ടില്ല. തീരുമാനമാകാതെ ഇവിടുന്ന് അവസാനിപ്പിക്കുകയല്ല. പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ കൃഷിക്കാരെല്ലാം മണ്ടന്മാരാകുന്നത്. കൃഷിക്കാർക്ക് ഒരു ഒത്തൊരുമയോ ഒരു സഹകരണമോ ഒരു തന്മാത്രത്തോടെയുള്ള ഒരു നേതൃത്വമോ ഇല്ല ഈ കർഷകന്റെ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പ്രതികരിച്ച് അതൊരു കർഷകന്റെ വാക്കുകളാണ്. ഈ പാടത്തെ മണ്ണിൽ ചെളിയിലൊക്കെ പണിയെടുത്ത് നമ്മളെയൊക്കെ ഊട്ടുന്ന ആ കർഷകർക്ക് നെല്ല് സംഭരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം കിട്ടുന്നില്ല എന്ന് പറയുന്ന എസ്കെൻ അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. 2ാം വിള ഇറക്കിയ ശേഷവും അവർക്ക് ആദ്യ വിളയുടെ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം വേദനയോടെയാണ് കോട്ടയത്ത് നിന്ന് ആ കർഷകൻ ഇവിടെ എത്തിയെന്നുള്ളതാണ്. ഈ പാടശേഖരത്തിൽ മാത്രം 1000-ലധികം കർഷകർക്കാണ് പണം കിട്ടാനുള്ളത് എന്നാണ് ഈ കർഷകൻ സജി പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ സപ്ലൈകോയുടെ ഗാന്ധിനഗറിലെ ഈ വലിയ കെട്ടിടത്തിന് മുന്നിൽ സമരമിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കർഷകന്റെ വേദന അറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനമാകുന്നവരെ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ളതാണ് ആ നെൽ കർഷകൻ പറയുന്നത്. 3ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം ഈ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ മഴയത്തും അദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഏതായാലും കേരളത്തിലെ നെൽകർഷകർക്ക് വേണ്ടിയാണ് തന്റെ സമരം എന്നാണ് ആ കർഷകൻ പറയുന്നത്. അദ്ദേഹവും 2 ഏക്കറോളം പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകനാണ്. അവിടെ വിതച്ച് അത് കിളുക്കാൻ തുടങ്ങിയ സമയത്താണ് ആ കർഷകൻ ഇപ്പോൾ ഇവിടെ വന്ന് സ്വന്തം കൃഷി പോലും ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ഈ കാഴ്ച സർക്കാരും അധികാരികളും കാണേണ്ടതാണ്. നമ്മളെയൊക്കെ ഊട്ടുന്ന കർഷകരാണ് അവരുടെ അധ്വാന ഫലത്തിന് പണം തിരികെ ചോദിച്ചുകൊണ്ട് എസ്കെൻ ഇവിടെ ഇങ്ങനെ വന്ന് നിരാഹാരവുമായി കിടക്കുന്നത്.